വെണ്ടയ്ക്ക കഴുകി ഒരു തുണിയിൽ നന്നായിട്ട് ഉണക്കിയെടുക്കുക. പച്ചമുളകും ഉള്ളിയെ അരിഞ്ഞെടുക്കുക. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിനകത്തോട്ട് കരിയാപ്പിലയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പിടുക ആവശ്യത്തിന്. അതുപോലെ പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്കയാണ് ഇനി ഇടേണ്ടത്. വെണ്ടയ്ക്ക ഇട്ട് കഴിയുമ്പം വെള്ളം ഒഴിക്കാൻ പാടില്ല. എന്നു വെച്ചാൽ വെണ്ടയ്ക്കായിട്ട് നിന്ന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങും. അതിങ്ങനെ ആദ്യം വഴുവഴുപ്പുണ്ടാകും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി എടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി അത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി.